ഹലോ. നമ്മളെ ആറ്റിലൊന്ന് ചൂണ്ടിട്ട് നോക്കാൻ വേണ്ടി പോണേ. ആറ്റിലും ഡാമിലൊക്കെ ആയിട്ട് നമുക്കൊന്ന് പോയി ഇട്ട് നോക്കാം കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ടേ. മഴയും തണുപ്പും ഒക്കെ ആയിട്ട് വല്ലാത്തൊരു അവസ്ഥ കേട്ടോ. അതുപോലെ ഇഷ്ടംപോലെ തോട്ടപ്പുഴും ഉണ്ട്. നമ്മൾ ഡാമിലേക്ക് എത്താറായി വരുന്നേ. നമ്മൾ കൂടുതൽ കുറുക്കും ഉണ്ട് കേട്ടോ. പിന്നെ പപ്പ പുറകെ വരുന്നുണ്ടേ. വരയും നോക്കണം, പിന്നെ ചൂണ്ടയിടണം, പിന്നെ ഈറ്റക്കണ വെട്ടണം കേട്ടോ. ചൂണ്ടക്കണ വെട്ടണം. നമുക്ക് ചൂണ്ടക്കണ തപ്പി നോക്കാം കിട്ടുമെന്ന്. ബാക്കി ഇരയും കാര്യങ്ങളും എല്ലാം പിടിച്ചിട്ടുണ്ടേ. ഇതാ അങ്ങനെ ഡാമിലേക്ക് എത്തിയേ. ഇതാ ഇവിടെ കുറച്ച് ഈറ്റ ഉണ്ടായിരുന്നേ, പക്ഷെ അതെല്ലാം ഉണങ്ങിപ്പോയി കേട്ടോ. അത് പൂത്തിട്ട് പോയതാണ്. ഈറ്റ പൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നശിച്ചു പോയായിരുന്നു. ഈറ്റ ഇല്ല അങ്ങനെ കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത് വന്നൊരു ഇല്ലിയുടെ കമ്പ് വിട്ടിട്ട് ചൂണ്ടക്കാനായിട്ട് എടുത്തിട്ടുണ്ടേ. മഴ ഇങ്ങനെ തോരാൻ നിൽക്കും കേട്ടോ. മഴ ലേറ്റായിട്ട് പെയ്തുകൊണ്ടേ ഡാമിൽ വെള്ളമൊന്നും കയറിയിട്ടില്ലേ. ഇല്ലേ, വെള്ളം തീരെ കുറവാണ്. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ പുല്ല വെള്ളം കയറിയിട്ടേ ഇഷ്ടംപോലെ മീനൊക്കെ ഇട്ടിട്ടുണ്ടാകും നമുക്ക് വലയിട്ടാലാണെങ്കിൽ. അങ്ങനെ നമ്മൾ ചൂണ്ട സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പൊങ്ങായിട്ട് നമ്മൾ സ്പോഞ്ചാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരുപാട് വലിയ മീനൊന്നും പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. ചെറിയ മീനുകളെ പിടിക്കാൻ വേണ്ടിയാണ്. വലിയ മീനുകളൊന്നും ഈ സമയത്ത് ചൂണ്ടയിട്ടാൽ കിട്ടാൻ വലിയ പാടുമാണ്. അല്ലെ നമ്മൾ അതുപോലെ മെനക്കെട്ട് ഇരിക്കണം. അതായത് നമുക്ക് ആദ്യത്തെ മീൻ കിട്ടിയിട്ടുണ്ടേ. കുഞ്ഞു പുളാൻ കേട്ടോ. വലിയ വലുപ്പമൊന്നും ഇല്ലാത്ത ചെറിയ പുള. അത് അടുത്ത ഒരു ചെറിയ പുളം തന്നെയാണ്. ഇത് പെട്ടെന്ന് ചൂണ്ട കയറി കൊത്തുന്ന മീനാണ് കേട്ടോ. ചൂണ്ട കൊളുത്തിട്ടാലും മതി. ചൂണ്ട കൊളുത്തിട്ട് ചുമ്മാ അനക്കൊണ്ടിരുന്നാൽ തന്നെ മരു കയറി പിടിക്കും കേട്ടോ. ഈ സൈഡിലെല്ലാം ചെറിയ പുളനാണ് നമുക്ക് കിട്ടുന്നത്. ഉള്ളിലേക്കാണ് വലിയ പുളനൊക്കെ ഉള്ളത്. അവിടെ ചൂണ്ട മുഴുവൻ വിഴുങ്ങി കളഞ്ഞു കേട്ടോ. നമുക്ക് ഡാമിൽ ചൂണ്ടിട്ട് കാര്യമായിട്ടൊന്നും കിട്ടിയില്ലേ. അവിടെ നമുക്ക് ആറ്റിലേക്കൊന്ന് ഇട്ട് നോക്കാം കേട്ടോ. ഈ ആറ്റിൽ ചെറിയ പരലൊക്കെ കയറി നിൽക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് കിട്ടുമെന്ന് നോക്കാം. ഡാമിലേക്ക് വന്ന് ചേരുന്ന സ്ഥലമാണിത്, ആറ്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ മീൻ കാണേണ്ടതാണ്. പിന്നെ പണ്ടൊക്കെ ഇഷ്ടംപോലെ കോരലുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴാ കോരലും തീർന്നു പോയി കേട്ടോ. ഒറ്റ എറണത്തെ പോലും കാണാനില്ല. അന്നൊക്കെ ഇങ്ങനെ ഇവിടെ നിന്നൊക്കെ ചാടി കോരലിങ്ങനെ കയറുമായിരുന്നു കേട്ടോ മുകളിലേക്ക്, ആറ്റിലേക്ക്. നമുക്ക് ഈ കുഴിക്കകത്തുനിന്ന് ഇട്ട് നോക്കാം. ഇതാ ഇവിടുന്ന് ആദ്യത്തെ മീൻ കിട്ടിയിട്ടുണ്ടേ. ഒരു മഞ്ഞമത്തി കേട്ടോ. ഇത് പരലാണ്. ഇവിടെ നമ്മൾ പറയുന്ന മഞ്ഞമത്തി കേട്ടോ. അല്ലേ, നല്ല കളർഫുൾ ആയിട്ടുള്ള മീനാണ്. പക്ഷെ മീൻ ഇവിടെയും കുറവാണ് കേട്ടോ. പിന്നെ നമ്മൾ ചൂണ്ടിട്ട് മീനൊന്നും കിട്ടിയില്ലേ. നമുക്ക് കുറച്ചുകൂടെ മുകളിലേക്ക് കയറി നോക്കാം. നമ്മുടെ കുറുക്ക് കൂടെ തന്നെ ഉണ്ടോ കേട്ടോ. അവനെങ്ങും പോകത്തില്ല, കൂടെ ഇങ്ങനെ നടക്കും. ഇവിടെ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതൊരു വലിയ വനത്തിൽ നിന്ന് വരുന്ന ആറാണേ. വാഗവനം എന്ന് പറഞ്ഞൊരു വനമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ആറാട്ടത്. മനുഷ്യവാസമൊന്നും ഇല്ലാത്ത മേഖലയിൽ നിന്ന് വരുന്നതാണേ. ഒരു മനുഷ്യൻ പോലും അവിടെ ഒന്നും താമസിക്കുന്നില്ല ഇതിൻ്റെ മുകളിലൊന്നും. നമ്മളിവിടെ കുറേ നേരം ചൂണ്ടിട്ട് മീനൊന്നും കിട്ടില്ല കേട്ടോ. താഴത്തെ പാറയിൽ നിന്ന് മീൻ ചാടി കയറി വരാൻ പാടാണ്. അതുകൊണ്ടായിരിക്കും ഇവിടെ മീനില്ലാത്തത്. ഇനിയിപ്പം കുറച്ചുകൂടെ വെള്ളം കയറിയെങ്കിൽ ഇവിടെയൊക്കെ മീനാകത്തുള്ളൂ. നമ്മൾ താഴോട്ടിറങ്ങി പോകുന്നു കേട്ടോ. ഇത് പപ്പ വല നോക്കിയിട്ട് വരുന്നുണ്ടേ. പപ്പടായി കുറച്ച് മീനുണ്ടെന്ന് തോന്നുന്നു. അതെന്താണെന്ന് നോക്കാം നമുക്ക്. ഇതുകൊണ്ട് ആനപ്പിണ്ടത്തിൽ നിന്ന് കൂവൻ മുളച്ചിരിക്കുന്നുണ്ടോ. ഇതുകൊണ്ട് വല കെട്ടിട്ട് കിട്ടിയ മീനാണ് ഇത്രയും.
അപ്പം വീട്ടിൽ ചെന്നിട്ട് ഇതിനെ കുടഞ്ഞിട്ട് കാണിക്കാവേ. ഇവിടെ ഇത് നമുക്ക് കിട്ടിയ ചൂണ്ടയ്ക്ക് കിട്ടിയ ചെറിയ മീനുകൾ. പിന്നെ ഇതാ ചുട്ടാവളയുണ്ട്. ഇത് കാര്യമാട്ടോ കാരി. അപ്പോൾ ഇച്ചിരിയോടെയൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ നമുക്ക് ചൂണ്ടയിട്ടാലും വലകെട്ടിലൊക്കെ ഇഷ്ടംപോലെ മീൻ കിട്ടുമേ. നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം കേട്ടോ.